അർബൻ ട്രാവലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു റോഡ് ട്രിപ്പാണ്. അതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വാൽപ്പാറയിലേക്കുള്ള യാത്രക്കിടയിലുള്ള അവസാനത്തെ ഒരു പമ്പാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പമ്പുള്ളത് വാൽപ്പാറ ടൗണിൽ മാത്രമാണ്. അപ്പോൾ ഈ വഴി വരുന്നവർ മാക്സിമം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. റോഡിൻ്റെ ഇടത് സൈഡിൽ കാണുന്ന ഇത് സിൽവർ സ്റ്റോം അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമുക്ക് നേരെ പോകുന്ന വഴി തന്നെ നമുക്ക് അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനുള്ള പ്രത്യേക ഒരു സൗകര്യം റോഡിൻ്റെ വലത് സൈഡിൽ നിന്നും കാണുവാൻ സാധിക്കും. കേരളത്തിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ഒന്നാണ് അതിരപ്പള്ളി. പല സിനിമകളുടെയും ഷൂട്ടിങ്ങുകൾ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. സമയം 9 മണി ആയതിനാൽ ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ഇവിടെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ തിരക്ക് കുറവാണ്. കാലത്തായതുകൊണ്ട് തന്നെ കടകൾ തുറന്നു വരുന്നുള്ളൂ. ഈ കാണുന്നതാണ് അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മെയിൻ എൻട്രൻസ്. 50 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ഫീസ്. റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഇതാണ് വെള്ളച്ചാട്ടമാണ്, ചാർപ്പ വെള്ളച്ചാട്ടം. വേനൽക്കാലമായതുകൊണ്ട് ഒട്ടും വെള്ളം തന്നെ ഈ വെള്ളച്ചാട്ടങ്ങളില്ല. ഈ കാണുന്നതാണ് വാഴച്ച ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മൾ വണ്ടിയുടെ നമ്പരും യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണവും നമ്മൾ എഴുതി കൊടുക്കണം. കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണവും ഇവിടെ ചെക്ക് പോസ്റ്റിൽ കാണിക്കേണ്ടതാണ്. ഈ ചെക്ക് പോസ്റ്റിൽ അവർ വണ്ടിയുടെ ഉൾഭാഗം ചെക്ക് ചെയ്യും. വണ്ടിയിൽ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം ചെക്ക് പോസ്റ്റിൽ എഴുതി കൊടുക്കേണ്ടതാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ നിന്നും ഇനി അങ്ങോട്ടുള്ള യാത്ര കൊടും വനത്തിലുള്ള യാത്രയാണ്. ഇതിനുള്ള ഇത്ര കിലോമീറ്ററിനുള്ളിൽ നമ്മൾ റോഡിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളതല്ല. റോഡിന് ഇടത് സൈഡിൽ കാണുന്നത് ഫോറസ്റ്റിൻ്റെ താമസിക്കാനുള്ള സൗകര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ പോയിൻ്റ് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ വ്യൂ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് റോഡ്സിൻ്റെ സൈഡിൽ ഇറങ്ങി കാണുവാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ മാത്രമേ ഈ യാത്രയിൽ നമുക്ക് റോഡിൽ നിന്ന് ഇറങ്ങി കാണുവാനുള്ള സൗകര്യമുള്ളൂ. ഈ കാണുന്നതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നും നമുക്ക് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടിയ പേപ്പർ ഇവിടെ കാണിച്ചാൽ മാത്രമേ ഈ ഗേറ്റ് ഇവർ ഓപ്പൺ ചെയ്യുകയുള്ളൂ. റോഡിൻ്റെ പല സൈഡിൽ കാണുന്ന ഈ ഡാമാണ് അപ്പർ തമിഴ്നാട് സർക്കാരിന് കീഴിലുള്ള അപ്പർ ഷോളയാർ ഡാം. വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഈ ഡാമുകളിലെല്ലാം വെള്ളം വളരെ കുറവാണ്.
പശോളാറിൽ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ തന്നെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് ദൃശ്യമാകും. വാൽപ്പാറ എന്ന സ്ഥലം അധികം അറിയപ്പെടുന്നത് തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായിട്ടാണ് അത് വളരെയധികം അറിയപ്പെടുന്നത്. അതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്ററാണ് വാൽപ്പാറയിലേക്കുള്ളത്. ഏകദേശം മൂന്നാറിനോട് കിടപിടിക്കുന്ന തണുപ്പ് തന്നെയാണ് ഈ വാൽപ്പാറയിലുള്ളതും. ഏകദേശം വർഷത്തിൽ മിക്ക സമയവും ഇവിടെ തണുപ്പായിരിക്കും. വാൽപ്പാറയിലേക്ക് റോഡ് അതിമനോഹരമായ റോഡാണ്. ഈ റോഡിൻ്റെ ഇരു സൈഡും കോൺക്രീറ്റ് ചെയ്ത് നല്ല മനോഹരമായ രീതിയിലാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങൾ അതിമനോഹരമായ ഒരു ദൃശ്യാനുഭവമാണ് യാത്രക്കാർക്ക് നൽകുന്നത്. പല സ്ഥലങ്ങളിലും ഈ തേയിലത്തോട്ടങ്ങളിലെ വ്യൂ പോയിന്റ്സുകളിൽ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് റോഡിന് ഇരുവശവും നല്ല ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഫോട്ടോ എടുക്കുവാൻ തന്നെ പ്രത്യേക സൗകര്യങ്ങൾ ഈ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വാൽപ്പാറ ടൗണിലെത്തുന്നതിന് മുമ്പുമുള്ള ഒരു അതിമനോഹരമായ ഒരു ജലാശയം നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തൊരു അമ്പലവും ഉണ്ട്. ബോട്ടിങ്ങിനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെ ഈ ജലാശയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഉച്ചസമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വാൽപ്പാറ ടൗണിലെത്തി. അത്യാവശ്യം ഒരു വലിയ ടൗണാണ് വാൽപ്പാറ ടൗൺ. എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ടൗണാണിത്. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളും മറ്റ് ലോഡ്ജുകളും ധാരാളമായി വാൽപ്പാറ ടൗണിലുണ്ട്. വാൽപ്പാറയിൽ അത്യാവശ്യം നല്ല 3 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലുകൾ ഇഷ്ടംപോലെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇഷ്ടംപോലെ വാൽപ്പാറയിൽ നമുക്ക് കാണാൻ സാധിക്കും. വാൽപ്പാറയിലെ തണുപ്പ് ആസ്വദിക്കുന്നതിന് വേണ്ടി പല വിനോദസഞ്ചാരികളും വാൽപ്പാറയിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ചിന്നാർ വഴി മൂന്നാറിലേക്ക് പോവുകയാണ് സാധാരണയായി ചെയ്യുന്നത്. വാൽപ്പാറ ടൗണിൽ നിന്നും കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെന്ന് കയറുന്നതാണ് അതിമനോഹരമായ ഒരു തേയിലത്തോട്ട നടുവിലേക്കാണ്. വാട്ടർഫാൾ എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് മിക്ക സ്ഥലങ്ങളിലെയും വീഡിയോയിൽ നമുക്ക് വാൽപ്പാറ എന്ന സ്ഥലത്തെപ്പറ്റി കാണിക്കുമ്പോൾ കാണുന്നത് ഈ സ്ഥലമാണ്. ഈ ടീ എസ്റ്റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ്. പല ആളുകളും ഇവിടെ വന്നിരുന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. പല റീൽസിലും നമ്മൾ കാണുന്ന വാൽപ്പാറ എന്ന് പറയുമ്പോൾ കാണിക്കുന്ന സ്ഥലം ഈ ടീ എസ്റ്റേറ്റ് ആണ്. ജനുവരി ഡിസംബർ മാസങ്ങളാണ് വാൽപ്പാറ സന്ദർശിക്കുവാൻ ഏറ്റവും പറ്റിയ സമയം. 7th ഹെവൻ എന്നാണ് വാൽപ്പാറയെ നമ്മൾ സാധാരണ അറിയപ്പെടുന്നത്. വാൽപ്പാറയിൽ നിന്ന് 40 ഹെയർ പിൻ താണ്ടി വേണം നമുക്ക് താഴെയുള്ള ആളിയാർ ഡാമിനടുത്തെത്തുന്നതിന്. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹെയർ പിന്നുകളുള്ള ഒരു ഹൈവേ ആണ് വാൽപ്പാറ ആളിയാർ ഹൈവേ. ഈ ഹൈവേയുടെ സൈഡിലും നോക്കിയാൽ നമുക്ക് താഴെ കാണുന്നതാണ്
ആളിയാർ ഡാമിൻ്റെ റിസർവേയാണ് നമുക്ക് താഴെ കാണുന്നത്. അതിമനോഹരമായ ഒരു ദൃശ്യാനുഭവമാണ് നമുക്ക് ഈ ഹൈവേയിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണാൻ സാധിക്കുന്നത്. ഈ ചുരത്തിലൂടെയുള്ള ഇടയ്ക്ക് നമുക്ക് ധാരാളം വരയാടുകളെ കാണുവാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ വരയാടുകൾ നിൽക്കുന്നത് നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. വാൽപ്പാറയിൽ നിന്നും 40 ഹെയർ പില്ലുകൾ താണ്ടി നമ്മൾ താഴെ ആളിയാർ ഡാമിന് അടുത്തെത്തി. ഇവിടെ നിന്നും ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ആളിയാർ ഡാം ആയി. ഇപ്പോൾ നമ്മൾ ആളിയാർ ഡാമിന് അടുത്തെത്താറായി. വാൽപ്പാറയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.